വലിയ പ്രതിഷേധത്തിന്റെ ശബ്ദം. മലപ്പുറം ജില്ലയ്ക്കെതിരെ വലിയ ചതിപ്രയോഗം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സ്വർണ്ണക്കടത്തിന്റെയും കള്ളപ്പണത്തിന്റെയും നാടാണെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു. ഈ ചതിപ്രയോഗം മലപ്പുറത്തുകാർക്ക് മറക്കാനാവില്ല. ചതിയെന്ന വാക്കുപയോഗിക്കാൻ ഏറ്റവും യോഗ്യൻ മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരിൽ UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KC വേണുഗോപാൽ. മാസങ്ങൾക്ക് മുമ്പല്ലേ അദ്ദേഹം, ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഹിന്ദു പത്രത്തിൽ നടത്തിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് 150 കിലോ സ്വർണവും 123 കോടി രൂപയും മലപ്പുറം ജില്ലയിൽ നിന്നും മാത്രം പിടിച്ചെടുത്തു. ആ പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പണമാണ് എന്ന് മലപ്പുറം ജില്ലയെന്ന് പറയുന്ന ഈ നാട്ടിലെ കേരളത്തിൻ്റെ 14 ജില്ലകളിലെ പോലെ തന്നെ 13 ജില്ലകളെ പോലെ തന്നെ ഏറ്റവും വിലപ്പെട്ട സംഭാവന ചെയ്യുന്ന ഒരു ജില്ലയെ സംശയത്തിൻ്റെ മുനയിൽ കൊണ്ടുപോയി നിർത്തി ഈ ജില്ലയോട്ടാകെ അപമാനിച്ച് ഈ ജില്ലയ്ക്ക് എതിരെ ഏറ്റവും വലിയ ചതിപ്രയോഗം നടത്തിയ സാക്ഷാൽ പിണറായി വിജയൻ മലപ്പുറത്ത് വന്ന് ചതിയെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ ചതിപ്രയോഗം കേരളം മറക്കാവുന്ന ഒരു ചതിപ്രയോഗം, അതും ഒരു മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ. നിലമ്പൂരിലേത് അനാവശ്യമായ തെരഞ്ഞെടുപ്പാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. LDF-ഉം UDF-ഉം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ NDA വെല്ലുവിളി ഏറ്റെടുത്തു. വികസിത കേരളം, വികസിത നിലമ്പൂർ, അതാണ് BJP ലക്ഷ്യം. ജനങ്ങൾക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. മറ്റ് 3 കാൻഡിഡേറ്റുകളും പഴയ രാഷ്ട്രീയമാണ് പ്രചാരണത്തിൽ അവതരിപ്പിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. LDF-ഉം UDF-ഉം അവര് പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ്സിനെ കണ്ടപ്പോൾ ഞങ്ങൾ NDA ഇതൊരു ചാലഞ്ചായിട്ട് കാണുന്നു. ഇവിടെ ജനങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്, 2 ചോയ്സ് ഉണ്ട്. ഒന്ന് പഴയ ഒരു ചരിത്രത്തിൽ കണ്ട ഒരു രാഷ്ട്രീയം, മറ്റേത് BJP NDA ഭാവി, ഒരു പുതിയ ഭാവി ഉണ്ടാക്കുന്ന രാഷ്ട്രീയം. ഇതാണ് ചോയ്സ്. ജനങ്ങൾ തീരുമാനിക്കും. മോഹൻ ജോർജ് സാറ് ഏറ്റവും ഒരു അക്കംപ്ലിഷ്ഡ് അഡ്വക്കേറ്റുമാണ്,